കോഴിക്കോട് ഇപ്പോഴത്തെ ഒരു ചിത്രം 30ഇടത്ത് LDF നഗരസഭയിൽ ലീഡ് ചെയ്യുന്നു. UDFന്റെ ലീഡ് 25 തന്നെ തുടരുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പക്ഷേ UDF ആണ് ലീഡ് ചെയ്യുന്നത്. 15ഇടത്ത് UDF ലീഡ് ചെയ്യുമ്പോൾ 12ഇടത്ത് മാത്രമാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോഴിക്കോട് LDFന് ലീഡുള്ളൂ. പഞ്ചായത്തുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 500നോട് അടുക്കുകയാണ് UDF വിജയങ്ങൾ. 495 മാറിയിരിക്കുന്നു. 348 ഇടത്താണ് LDFന് വിജയം അല്ലെങ്കിൽ ലീഡ് സ്വന്തമാക്കാൻ കഴിയുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 81-64 എന്ന കണക്കിനാണ്. ആകെ മാറ്റമില്ലാതെ മണിക്കൂറുകളായി തുടരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കണക്കുകളാണ്. 7-7 എന്നതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടായ ഒരു കാര്യം, രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് EM അഗസ്തി. ഇനി മുതൽ പൊതുവേദികളിൽ ഉണ്ടാകില്ല എന്നും EM അഗസ്തി പ്രഖ്യാപിക്കുന്നു. മുൻ MLA ആണ് അദ്ദേഹം. പാർലമെന്ററി രംഗത്തേക്ക് വരുന്നു. എങ്ങനെ ഈ ഒരു മൊമെന്റ് മുൻപ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതല്ല, എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഞാൻ ഇലക്ഷനിൽ നിന്ന സമയത്ത് ചോദിച്ച അതേ ചോദ്യമാണ്, അതേ ഉത്തരവേ എനിക്ക് പറയാനുള്ളൂ. അതേ സന്തോഷം, അതേ ജനങ്ങളെ കൂടുതലായിട്ട് സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം എനിക്ക് വീണ്ടും കിട്ടിയ അവസരം വളരെ അസുലഭമായിട്ട് ഞാൻ കണക്കാക്കും. എങ്ങനെ ഒരു നഗരസഭാ ഭരണം കിട്ടുകയാണ് BJPക്ക്? എന്താണ് ഓരോ കൗൺസിലർമാരുടെയും കാഴ്ചപ്പാടുണ്ട്? ഓരോ കൗൺസിലർമാരോടും ചോദിക്കണം. പക്ഷേ കൂട്ടമായിട്ട് ഞങ്ങൾ ഉറപ്പ് പറയുന്ന കാര്യം, ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ അഴിമതി രഹിത ഒരു ഭരണം ഞങ്ങൾ ജനങ്ങൾക്കായിട്ട് കാഴ്ചവെക്കും. രാജ്യത്തിൻ്റെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനായിട്ട് ഞങ്ങൾ അക്ഷീണം പ്രവർത്തിക്കും, സുതാര്യമായിട്ട് പ്രവർത്തിക്കും. വളരെ കാര്യക്ഷമതയോടുകൂടി ഞങ്ങൾ ഭരണം നിർവഹണം ചെയ്യും. കേരളത്തിലെ ആദ്യ വനിതാ IPS, BJPയുടെ ആദ്യത്തെ വനിതാ മേയറായി നമുക്ക് കാണാൻ സാധിക്കുമോ? അത് നിങ്ങൾ BJPയുടെ നേതൃത്വത്തോട് ചോദിക്കണം. ഞാനിപ്പോൾ കൗൺസിലർ വിജയത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം അതാണ്. തിരുവനന്തപുരത്ത് മേയർ ആരാണ് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. 2020ലേക്ക് നോക്കാം. തിരുവാണിയൂർ, ഐക്യനാട്, കിഴക്കമ്പലം പഞ്ചായത്തുകൾ 2020ക്ക്. കിഴക്കമ്പലം 2020ക്കാണ്. കിഴക്കമ്പലത്തും ഐക്യനാടും മാത്രമാണ് 2020ക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞത്. കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകൾ 2020ക്ക് നഷ്ടമായ UDF ആണ്. കുന്നത്തുനാടും മഴുവന്നൂരും UDF ആണ് 2020യിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തത്. ആ മേഖലയിൽ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം, തിരിച്ചുവരവുണ്ടായിരിക്കുന്നു UDFൽ നിന്നാണ് അവിടുത്തെ ഫലം സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ LDF ഉറപ്പിച്ചു. അങ്ങനെ LDFന് സംസ്ഥാനത്ത് ഭരണമുള്ള ഏക കോർപ്പറേഷനായി കോഴിക്കോട് മാറുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ഭരണം ഉറപ്പിച്ചിരുന്നു.